കെയിം ടു കോഴിക്കോട് ക്രിസ്മസിനെടുത്ത വീഡിയോസാണ് കേട്ടോ. പക്ഷേ ഇപ്പോഴാണ് സമയം കിട്ടിയത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പള്ളിയിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് ഇതാ നമ്മുടെ സ്വന്തം അച്ഛനായ സാജു അച്ഛനെയൊക്കെ കണ്ട് ബായ് പറഞ്ഞ് ഞങ്ങളിന്ന് 2 വീലറിലാട്ടോ യാത്ര തുടങ്ങി. കേട്ടോക്കെ പാട്ട്. വരവിന് കാരണമവളുടെ നീലക്കണ്ണ്, അവളൊരു ക്രിസ്ത്യാനി പെണ്ണ്. കാടും മലയൊക്കെ താണ്ടി എത്തിയത് വനപർവ്വത്തിലാട്ടോ. ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പം നല്ല വെയിലായതുകൊണ്ട് തൊപ്പിയൊക്കെ വെച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. കുറേ നടക്കാനുണ്ട്. നടന്ന് പോയപ്പോൾ ഒരു ഊഞ്ഞാല കണ്ടു. ഞാൻ കുറേ ആയി ഊഞ്ഞാലിലൊക്കെ കയറിയിട്ട് ഓടിച്ചാടി ഊഞ്ഞാലിൽ കയറി. പിന്നെ ഞാൻ ക്രോക്സിലേക്ക് മാറിയിട്ടോ. ഇവിടെ ഒരു കംഫർട്ടബിൾ ആണല്ലോ നമ്മൾ നോക്കേണ്ടത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളത്തിലൊന്ന് ചെറുതായിട്ട് വഴുക്കി വീണ് കാലൊക്കെ ഒന്ന് ചെറുതായിട്ട് പൊട്ടിയപ്പോൾ വേഗം പോയി ഡ്രസ്സൊക്കെ മാറ്റി നല്ല കുട്ടിയായി വന്നു. പോകുമ്പം ഒരു ഗുഹ പോലത്തെ ഒരു സംഭവം കണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഏട്ടൻ അതിൻ്റെ മേലെയൊക്കെ വലിഞ്ഞു കയറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ചുരിദാർ ഇട്ടുകൊണ്ട് കയറാൻ പറ്റില്ല. ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയത് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെയാണ് നിങ്ങൾ കാണുന്ന ഈ ഡ്രാസ്റ്റിക് ചേഞ്ച് കണ്ടോ. ഞാൻ ഡ്രസ്സൊക്കെ മാറി ചെറുതായി വീണ് അപ്പോൾ വിചാരിച്ച് ഡ്രസ്സൊക്കെ മാറാൻ. പിന്നെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് എല്ലാവരും ഇറങ്ങുന്നത് നോക്കി നിന്നു ഞാൻ. ശരിക്കും മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു യാത്ര പോകുന്നത് ശരിക്കും നല്ലതാണ്. നമ്മുടെ ഫാമിലീൻ്റെ കൂടെ ആകുമ്പോൾ അത് അത്രയ്ക്ക് ഹാപ്പി ആയിരിക്കും. പിന്നെ അതേപോലെ ഈ ലവേഴ്സിനും അതേപോലെ ഡേറ്റൊക്കെ ചെയ്യുന്നവർക്ക് വരാൻ പറ്റിയൊരു സ്ഥലമായിട്ടോ ഈ ഒരു വനപ്പർവ്വം എന്ന് പറഞ്ഞിട്ട്. കുറച്ച് ഉള്ളിലേക്കായിട്ടുള്ളൊരു സ്ഥലമാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാണ്. ചെറുതായിട്ട് ഇതാവിങ്ങനെ വെള്ളത്തിൽ കളിക്കാനുള്ള സ്പോട്ടൊക്കെ അവിടെ ഉണ്ട്. ഞങ്ങൾ കുറേ കാലും കൈയൊക്കെ ഇട്ട് അടിച്ച് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തോടെ. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനലിൽ കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ ഇതേപോലുള്ളൊരു ഫാമിലി വ്ളോഗ്സൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ.